ജോവേൽ 2:25, യോവേൽ പ്രവാചകൻ്റെ 2:25 വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്. യോവേൽ പ്രവാചകൻ്റെ നമ്മൾ ഓർക്കുമ്പം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ചെറിയ ഒരു പുസ്തകമാണ് യോവേൽ പ്രവാചകൻ്റെ. അതിനകത്ത് ഇങ്ങനെയാണ് 25 ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങളറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോയില്ല. അതിപരിശുദ്ധനായ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിനതിരില്ല. അനുഗ്രഹിക്കാൻ ഓടി വരുന്നൊരു ദൈവമാണ്. പക്ഷെ എത്ര പേര് തീഷ്ണമായിട്ടിരിക്കും. തീഷ്ണതയില്ലാത്ത ഒരു വ്യക്തിയും വേദപുസ്തകത്തിൽ ഒന്നും നേടിയിട്ടില്ല. എന്നോട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കുറേ ആബിഗേലിനെ ഉണ്ടാക്കാമെന്ന്. ഞാനത് വിശ്വസ്തയോടെ ചെയ്യുന്നുണ്ട്. ദൈവം അതിനൊരു പ്രതിഫലം എനിക്ക് തരും, നിശ്ചയമാണ്. കേൾക്കുന്ന നിങ്ങൾക്കും ഇരട്ടിയായിട്ട് ദൈവം പ്രതിഫലം തരട്ടെ. ദൈവം പറയുന്നത്, അവൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുൻപേ പോലെ തന്നെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുടെ വർഷവും പെയ്യിച്ച് തരുന്നു. ആരാണ്? മുൻമഴയും പിന്മഴയും തരുന്ന ജോലി എൻ്റെ കർത്താവിൻ്റെയാണ്. ഞാൻ മഴ പെയ്യുമെന്നുള്ള ഉറപ്പോടുകൂടി വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ കയ്യിലെ വിത്ത് ഞാൻ ഇടുകയാണ്. അത് നല്ല നിലത്ത് വീണാൽ അത് തീർത്തും പ്രവർത്തിക്കുമെന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ ആ ദൈവാത്മാവ് നമ്മുടെ മേൽ നിന്നാൽ നമുക്ക് ശക്തമായിട്ട് ദൈവത്തിൻ്റെ കൂടെ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാം. കർത്താവ് ഒരു അനുഗ്രഹം തന്നാൽ അതിങ്ങനെ ഒഴുകുന്ന നദി പോലെയാണ്. അതാണ് അഭിഷേകം. അഭിഷേകം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അത് നിൽക്കത്തില്ല. നമ്മൾ വേണ്ടെന്ന് പറയുമ്പോഴേ അത് നിൽക്കുന്നുള്ളൂ. അത് പലപ്പോഴും എന്നോട് ദൈവം പറയും, നിനക്ക് കൂടുതൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരും. ബട്ട് നമ്മളാകുന്ന പാത്രത്തിൽ എത്രമാത്രം ഉൾക്കൊള്ളും നമുക്കല്ലേ അറിയത്തുള്ളൂ. അത് ലിമിറ്റ് ചെയ്യുന്നത് നമ്മളാണ്, ദൈവമല്ല. ഗോഡ് ക്യാൻ പോർ ഔട്ട്. അപ്പോൾ പൗലോസ് തന്നെ പറയുന്നില്ലേ, 3-ാം സ്വർഗം കണ്ടിട്ട് ദൈവത്തിൻ്റെ ദർശനങ്ങളുടെ ആധിക്യമെന്ന് നിൽക്കുന്നില്ല. അത് തുടങ്ങി അങ്ങ് നിൽക്കാത്തതുകൊണ്ട് തരും. ആ ദൈവം എൻ്റെ കൂടെ നിൽക്കുന്ന, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആ ദൈവം പറയുകയാണ്, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തിനുമില്ലെന്ന് നിങ്ങളറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകും. 2 പ്രാവശ്യം പറയുന്നു. എൻ്റെ ജനമാണോ ദൈവത്തിൻ്റെ ജനമാകേണ്ടത് നമ്മുടെ ചുമതലയാണ്. അത് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ ഏറ്റുപറയും, എൻ്റെ തലമുറ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത് തന്നെ. തലമുറയുടെ ദൈവമാണ് എൻ്റെ ദൈവം. എൻ്റെ ദൈവം എൻ്റെ മക്കളെ അനുഗ്രഹിക്കും. എൻ്റെ തലമുറ ഇൻ ഇറ്റേണിറ്റി നമ്മുടെ മക്കളെ ദൈവം കൈകൊണ്ട് വാങ്ങിച്ചെടുത്തവരാണ്. തൻ്റെ രക്തം കൊണ്ട്. അത് ഉടമ്പടിയായിട്ട് എഴുതിയിരിക്കുന്നത്. ഈ കയ്യിലൊക്കെയുള്ള ഈ എം ഷേപ്പൊക്കെ നോക്കുമ്പോൾ, എം എന്ന് പറയുന്നത് കർത്താവിൻ്റെ മിഷനുള്ള ദൈവത്തിൻ്റെ ഒരു ജോലി ചെയ്യാനായിട്ട് പറഞ്ഞയച്ച മക്കളാണ് നമ്മൾ. നമ്മുടെ കയ്യിൽ ഈ ഒരു സൈൻ കാണുമ്പോൾ അങ്ങനെ അധികം ചിന്തിക്കാറില്ല. പക്ഷെ ഇത് വരച്ച് വിട്ട നമ്മളാണ്. എന്നിട്ട് നമ്മളിത് മാറി നിന്നാൽ എങ്ങനെയാണ്? അത് അടുത്ത വാക്യങ്ങൾ എന്താ പറയുന്നത്? അതിനുശേഷമോ ദൈവത്തിൻ്റെ ജനമായി കഴിയുമ്പോൾ ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിനും യെരൂശലേമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. തൻ്റെ അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ ആത്മാവിനെ പകരുമെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞത് പുതിയ നിയമത്തിൽ അപ്പസ്തോല പ്രവൃത്തിയിൽ കർത്താവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് പെന്തക്കോസ്തി ദിവസത്തിൽ അവരെല്ലാവരും കൂടി ഒന്നിച്ച് മർക്കോസിൻ്റെ മാളികയിൽ ഒന്നിച്ചിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ദൈവം ഒരു കാര്യം പറഞ്ഞ് കേൾക്കാതെ ചെയ്യാതിരിക്കുക. എത്ര താമസിച്ചാൽ അത് ചെയ്യും. അത് ചെയ്തതാണ്. ഒരു കാര്യം ദൈവം വാഗ്ദത്തം കൊടുത്തു. അപ്പസ്തോല പ്രവൃത്തി 2 കർത്താവ് അത് ചെയ്യിപ്പിച്ചു. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിനി എന്തെന്ന് നോക്കിയാണ് ഇരിക്കുന്നത്. ദൈവം ചെയ്തത് പ്രാപിച്ചെടുക്കുക.
കർത്താവിനോട് ഒട്ടിച്ചേർന്നിരിക്കുക. അവനോട് നിന്ന് ഫലമുള്ള വൃക്ഷങ്ങളാക്കി നമ്മളെ ആക്കി തീർക്കുന്നിടം വരെ ഉറച്ചു നിൽക്കണം. ആയിക്കഴിഞ്ഞാലും മാറില്ലേ. കർത്താവ് പറയുന്നത് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 2, എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടും. കർത്താവ് പറഞ്ഞായിരുന്നു, ടാരി ഇൻ ജെറുസലേം അൺടിൽ യു റിസീവ് പവർ ഫ്രം ഹിം. യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യേശുക്രിസ്തു സ്വർഗാരോഹണത്തിന് മുമ്പും തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് പ്രത്യേകം പറഞ്ഞതാണ്, ടാരി ഇൻ ജെറുസലേം, യെരുശലേമിൽ തന്നെ ഇരിക്കണം. അവിടെ ഇവിടെ ഓടി നടക്കാൻ ദൈവം പറയുന്നില്ലെന്ന്. വെയിറ്റ് അപ്പോൺ ദ ലോർഡ്. ദൈവം ഉറപ്പിച്ചു നിർത്തട്ടെ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത്, എപ്പോഴാണ് കാറ്റടിക്കുന്നതെന്ന് അറിയത്തില്ലെന്ന് നേരത്തെ പറഞ്ഞു. ഇപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുള്ളവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. ദൈവത്തിൻ്റെ സ്വർഗീയ ഭാഷ അവർക്ക് ഇട്ടുകൊടുക്കുകയാണ്. ആ ഭാഷ കേൾക്കുന്നവർക്കെല്ലാം അവരവരുടെ ഭാഷയിൽ അത് മനസ്സിലായി. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ 3 തരത്തിലുള്ള ഭാഷയുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ കടക്കുന്നില്ല. അപ്പം ദൈവം പറഞ്ഞു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അപ്പോൾ നമ്മൾ വൃദ്ധന്മാർ സ്വപ്നം കാണും, യൗവനക്കാർ ദർശനം കാണും. നമ്മുടെ യൗവനക്കാർക്ക് ദർശനം മാറിപ്പോയി, സ്വപ്നങ്ങൾ ഉണങ്ങിപ്പോയി, ജീവിതമില്ലവർക്ക്. കർത്താവേ, ഇറങ്ങി വരാതെ രക്ഷയില്ല. നീ നിൻ്റെ തലമുറകളോട് കരുണ കാണിച്ചില്ല എങ്കിൽ ദുഷ്ടൻ ഈ ദൈവത്തിൻ്റെ ശക്തി എവിടെ പോയെന്ന് അത് പറയിപ്പിക്കല്ലേ. മോശ പറഞ്ഞതുപോലെ ദൈവം പറഞ്ഞു, ഇവരുടെ ദുഷ്ടത കണ്ടിട്ട് എനിക്കിനി ഇവരുടെ കൂടെ നടക്കാം, ഞാൻ ഇവരെ നശിപ്പിക്കാൻ പോകുന്നു. മോശ കമന്ന് കിടന്ന് പ്രാർത്ഥിച്ചു, അയ്യോ അത് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ മിസ്രൈമ്യരുകാർ പറയും അവരുടെ ദൈവം അവരുടെ ധനത്തെ കൊണ്ടുപോയി മരുഭൂമി കൊന്നു കളഞ്ഞു. അങ്ങനെ തന്നെ നമുക്കും പ്രാർത്ഥിച്ചേ പറ്റൂ. ദൈവമേ, അറിഞ്ഞോ അറിയാതെയോ കുറഞ്ഞോ കുറവില്ലാതെയോ എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് അറിയേണ്ട, തലമുറകളിൽ ജഡത്തിൻ്റെയും പാപത്തിൻ്റെയും ആധിപത്യം, പാപം പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഞങ്ങൾ ഇടിവിൽ നിന്ന് സാഷ്ടാംഗം കമന്ന് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എടുക്കരുത്. അവർ പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിക്കുന്ന ഒന്നും ചെയ്യരുത്. പാപബോധം നീതിബോധം ഇട്ടുകൊടുക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യം, ഈ കർത്താവിൻ്റെ പ്രകാശം നമ്മുടെ മേൽ വീഴുമ്പോൾ നമുക്കത് വരുമല്ലോ. ദൈവത്തെ കാണുന്നവരൊക്കെ പൊട്ടിക്കരയുന്ന കണ്ടിട്ടുണ്ടോ? ഈ പ്രായമുള്ളവരൊക്കെ പരിശുദ്ധാത്മാ അഭിഷേകം അവർ ആദ്യം കരച്ചില്ല. കാരണം ഇന്നുവരെ ചെയ്ത ബലഹീനതയും പാപങ്ങളും നമ്മളെ തന്നെ ചെറുതായിട്ട് കണ്ടതും വിധിച്ചതും എല്ലാം പരിശുദ്ധാത്മാ വരുമ്പോഴേ അഴിഞ്ഞു പോകത്തുള്ളൂ. അല്ലേ എത്ര വലിയ ആളെന്ന് പറയുന്നവരുടെ ഉള്ളിൽ ഒരു കാമ്പും ഇല്ലെന്നേ. ദൈവം ഇല്ലാത്തവന് ഒരു വിലയില്ല. ദൈവം ഉറപ്പുണ്ടെങ്കിൽ അതിനൊരു ഉറപ്പുണ്ട്, അത് പറയാതെ നമുക്കറിയാം. ഹീസ് ദ റോക്ക്, ഹീസ് ദ ഫൗണ്ടൻ, ഹീസ് ദ ലിവിങ് വാട്ടർ, ഹീസ് ദ എവർ റിസോഴ്സ്ഫുൾ പവർ. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഇവിടെയാണ് ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:17 പറയുമ്പോഴേ എൻ്റെ ഹൃദയദൃഷ്ടി തുറക്കണം. ഇതൊക്കെ ഓരോ വാക്യങ്ങൾക്കും എന്ന അർത്ഥമാണ് ഇതിനകത്ത് എഴുതി കൊടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പം, ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി അങ്ങനെ ഉണ്ടോ, ഹൃദയം ഉണ്ടോ എന്ന് ആർക്കറിയാം. ആ ദൃഷ്ടി അങ്ങോട്ട് തുറപ്പിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് മക്കളിൽ ചെന്ന് കൊള്ളട്ടെ. അപ്പച്ച പ്രവർത്തിക്കാതെ വരല്ലേ. നമ്മൾ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരണം. ഈ പരിജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനവും വെളിപ്പാടും വരുമ്പോൾ പരിജ്ഞാനം വരത്തുള്ളൂ. ദൈവത്തോട് അടുത്തിരിക്കണം. അങ്ങനെ ആകുമ്പോഴേ നിൻ്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി തുറക്കത്തുള്ളൂ. എനിക്കൊരു വിളിയാലുള്ള ആശയമുണ്ട്. എന്താണ്? എനിക്ക് ഒരാശയമുള്ളത്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ് അല്ലെ മകളാണ്. എനിക്കൊരവകാശമുണ്ട്, അത് പരിശുദ്ധാത്മാവ് തരുന്നത്. എനിക്കൊരു ശക്തിയുണ്ട്, അത് പരിശുദ്ധാത്മാവാണ്. അതൊക്കെ നമുക്ക് തന്നിരിക്കുകയാണ്. ഈ വിഷയം എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. നാഥ, നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പം നീ വാഗ്ദത്തം ചെയ്തത് പൂർത്തീകരിച്ചത് പെന്തക്കോസ്ത് ദിവസത്തിലാണ്. പിന്നെ പൗലോസ് കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടിയാണ് തുറക്കുന്നത്. പുറമേയുള്ള മനുഷ്യനല്ല, അകമേയുള്ള മനുഷ്യൻ മാറ്റം വരും. ഞങ്ങൾ ആരെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ഓടി നടക്കുന്നത്. ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെന്നും
ആ മഹാശക്തിയിൽ എനിക്ക് ദൈവത്തിൻ്റെ സകല സ്വർഗീയ ഭണ്ഡാരത്തിൻ്റെ അവകാശമുണ്ടെന്നും മക്കളെങ്കിൽ അവകാശിയും കൂട്ടവകാശി എന്ന് പറയുന്നേ ഉള്ളൂ. അതുകൊണ്ടെന്ന് മനസ്സിലാക്കി ചേരുന്ന പരിശുദ്ധാത്മാവ് അത് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറയും പഠിപ്പിക്കണം. എന്താണ് നമ്മുടെ ആവശ്യം? ആ ആവശ്യത്തിൻ്റെ മേൽ നീ പ്രവർത്തിച്ചാട്ടപ്പച്ച. നീ ഞങ്ങൾ കൈ നീട്ടിക്കൊണ്ട് നിൻ്റെ മുൻപിൽ കർത്താവെ നിന്നിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ ദാസൻ യജമാനൻ്റെ കയ്യിലേക്കും ദാസി യജമാനത്തിയുടെ കയ്യിലേക്കും നോക്കുന്നത് പോലെ ഞങ്ങൾ നിൻ്റെ മുമ്പിൽ വന്ന് നോക്കുകയാണ്. നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തണമേ. അത് തലമുറകൾക്ക് ഐശ്വര്യമായി മാറട്ടെ. എല്ലാ ബന്ധനവും ശാപവും പാപവും അഴിച്ചു മാറ്റി പുതുസൃഷ്ടിയാക്കി അവരെ വിശുദ്ധരാക്കി നിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തെന്നുള്ള ബോധം അവർക്ക് ഇട്ടുകൊടുക്കണം. അങ്ങനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കയറട്ടെ. ഒരു പുതിയ വർഷത്തിലേക്ക് കാലി ചവിട്ടുമ്പോൾ പുതിയ സൃഷ്ടിയായിട്ട് കയറ്റണമേ. നാഥൻ അത് ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.